ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു സിമ്പിൾ ഫലൂഡ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് വെർമസല്ലി വേണം. ഏകദേശം ഇത്ര വെർമസല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഞ്ചസാര വേണം, കസ്റ്റാർഡ് പൗഡർ വേണം. കസ്റ്റാർഡ് പൗഡർ കലക്കാനായിട്ട് കുറച്ച് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നെയ്യ് വേണം, പിസ്തയുടെ എസൻസ്. ഇത് നിങ്ങൾക്ക് ഏത് എസൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് പിസ്തയുടെ എസൻസാണ്. പാൽ, ഇതൊരു 3 കവർ പാൽ, 1/2 ലിറ്ററിൻ്റെ ഒരു 1.5 ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷന് വേണ്ടി ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എടുക്കാം. ആപ്പിൾ വേണം, ആപ്പിൾ, ഗ്രേപ്സ്, ബനാന. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് ഐസ്ക്രീം കൂടി ഉണ്ട്. ഇനി നമുക്ക് ഈ ഫലൂഡ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫലൂഡ ഉണ്ടാക്കുന്നതിനായി ആദ്യം നമ്മളൊരു പാത്രം ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വെർമസല്ലി അതിലേക്കിട്ട് ഒന്ന് വറുത്ത് കോരേണ്ടതുണ്ട്. ഈ വെർമസല്ലി നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. ചെറിയ തീയിലിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ തീയിൽ കിടന്ന് ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കുറച്ചുകൂടെ തീ കൂട്ടിയിട്ടിട്ട് നമുക്കിതിനെ ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. വെർമസല്ലി ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഞാൻ ഇത്രയും പഞ്ചസാരയാണ് ഇടുന്നത്. ഒരു ബൗളിൽ നിറച്ചില്ല, 3/4 ഭാഗത്തോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ഇതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പഞ്ചസാരയും കൂടെ ഇട്ട് ചെറിയ തീയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടിയിൽ പിടിക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നല്ല മണം വരുന്നുണ്ട്, പാല വെന്തെടുക്കുന്ന മണമാണ് വരുന്നത്. ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ നേരത്തെ തിളപ്പിച്ചാറ്റി വെച്ച പാലിൽ ഒന്നിട്ട് കലക്കി വയ്ക്കാം. കസ്റ്റാർഡ് പൗഡർ പാലിലേക്ക് ഇടുക. 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നേരത്തെ ഞാൻ തിളപ്പിച്ചാറ്റി വെച്ചിരിക്കുന്ന പാലിലാണ് ഇട്ട് കലക്കുന്നത്. കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കണം. ഇടയ്ക്ക് നമുക്ക് വെർമസല്ലി ഒന്ന് വെന്തോന്ന് നോക്കാം. ഒരു 3/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൊടിയൊന്ന് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കണം. ഇതുപോലെ ഇളക്കിയെടുക്കണം. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം ചൂടാറാൻ വെച്ച ശേഷം ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വെക്കണം. തണുക്കാൻ വെച്ച സേമിയ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതിനായി ആദ്യം വേണ്ടത് കുറച്ച് ഞാൻ പിസ്തയുടെ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ്സിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് സേമിയ ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ലെയർ സേമിയ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. രണ്ടാമത്തെ ലെയർ സേമിയ മിക്സ് ഒഴിച്ചു കൊടുത്തു. പിന്നെ മുകളിലേക്ക് കുറച്ചുകൂടെ പിസ്തയുടെ ഫ്ലേവർ ഒഴിച്ചു. ഇനി ഞാൻ കുറച്ച് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് 2 സ്പൂൺ ഐസ്ക്രീം ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ ചെറിയോ ടൂട്ടി ഫ്രൂട്ടിയോ അതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കണം. പിസ്ത ഫ്ലേവറിലുള്ള ഫലൂഡ. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഫ്ലേവർ എടുത്ത് വേണമെങ്കിലും, ബദാം ഫ്ലേവറുണ്ട്, ഏത് ഫ്ലേവർ എടുത്ത് വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്. ഈ ചൂട് സമയത്തൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾക്ക് ഈ സിമ്പിളായിട്ടുള്ള ഈ ഫലൂഡ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ്.